ബിടെക് 2024 സ്കീമിൽ നമ്മുടെ സെമസ്റ്റർ 4 S4ൽ ഗ്രൂപ്പ് എയിലെ സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 4. സബ്ജക്റ്റ് കോഡ് GAMAT 401. മെയിനായിട്ട് സബ്ജക്റ്റിൽ ഡീൽ ചെയ്യുന്നത് ഗ്രാഫ് തിയറി എന്ന് പറയുന്ന ടോപ്പിക്കും അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പോർഷൻസും ആണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് തിയറി വിത്ത് ആപ്ലിക്കേഷൻസ് ടു എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, നാസിംഗ് DO ആണ് എൻ്റെ ഓതർ. പ്രൻഡിസ് ഹോൾ ഇന്ത്യയുടെ ഫസ്റ്റ് എഡിഷൻ ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് ആകെ റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമ്മുടെ സിലബസിലെ പോർഷൻസ് എല്ലാം തന്നെ ഇൻകോപ്പറേറ്റഡ് ആണ്. താഴേക്ക് കാണുന്ന നമ്മുടെ സിലബസ്. നമ്മളെ ഫസ്റ്റ് മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഗ്രാഫ് എന്താണെന്നുള്ളതിന് ഇൻട്രൊഡക്ഷൻ, നല്ല ബേസിക് ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ, പിന്നെ ഗ്രാഫിന് എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ഉണ്ട്, പിന്നെ ഗ്രാഫിൻ്റെ കുറേ പ്രോപ്പർട്ടീസാണ് നെക്സ്റ്റ് പറയുന്നത്. ഫൈനൈറ്റ് ഗ്രാഫ് എന്താണ്, ഇൻഫിനിറ്റ് ഗ്രാഫ് എന്താണ്, പിന്നെ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഗ്രാഫുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്, ഇൻസിഡൻസ് എന്ന് പറഞ്ഞ ടേം, ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ കുറച്ച് ടേംസ് നമ്മൾ ഗ്രാഫുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. ഈ പ്രോപ്പർട്ടിയാണ് ഐസോമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഐസോമോർഫിക് ആയിട്ടുള്ള ഗ്രാഫ്സ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, നമുക്കതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ ഗ്രാഫ് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നെക്സ്റ്റ് അടുത്ത ലെവലിൽ സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ ഈ ഗ്രാഫിനുള്ളിൽ നമുക്ക് ട്രാവേഴ്സ് നടത്താൻ പറ്റും, അല്ലെങ്കിൽ വാക്ക്, പാത്ത്, സർക്യൂട്ട്, ഈ പറഞ്ഞ ടേംസ് എല്ലാം അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി വേറൊരു കാറ്റഗറി എന്ന് പറയുന്നതാണ് കണക്റ്റഡ് ഗ്രാഫും ഡിസ്കണക്റ്റഡ് ഗ്രാഫും, പിന്നെ അതിലുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസും. അപ്പോൾ ഇത്രയും പോർഷൻസാണ് നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂളിൽ ഇൻകോപ്പറേറ്റഡ് ആയിട്ടുള്ളത്. നമ്മളെ ഗ്രാഫ് തിയറിയിലെ പോർഷൻസ് തന്നെയാണ് ഇതിനുള്ളിലും വരുന്നത്. ഇനി പിന്നെ പോർഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഒറ്റ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് ഇത് കംപ്ലീറ്റ്ലി ഉള്ളത്. അപ്പോൾ ആ ടെക്സ്റ്റ് 1 ഏതെല്ലാം പോർഷൻസ് നമ്മളെ ഫസ്റ്റ് മോഡ്യൂളിലേക്ക് വേണം എന്നുള്ളത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 1 1.1 to 1.5ഉം ചാപ്റ്റർ 2 2.1 to 4, 5, പിന്നെ ഈ പറഞ്ഞ തിയറംസ് വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത്. ഇനി സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ അകത്ത് കുറച്ച് കൂടി മുമ്പോട്ടേക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഗ്രാഫിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. സ്പെസിഫിക് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ്, യൂളർ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാഫിൽ എന്തെല്ലാം ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും, ഈ ഹാമിൽട്ടോണിയൻ പാത്ത്, സർക്യൂട്ട്, പിന്നെ അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, ഈ ഗ്രാഫിലെ കണക്ടിവിറ്റി നമുക്ക് എങ്ങനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും, എഡ്ജ് കണക്ടിവിറ്റി എങ്ങനെയാണ്, വെർട്ടെക്സ് കണക്ടിവിറ്റി എങ്ങനെയാണ്. ഇനി ഗ്രാഫ് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഡയറക്റ്റഡ് ഉണ്ട്, അൺഡയറക്റ്റഡ് ഉണ്ട്. ഈ ഡയറക്റ്റഡ് ഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്തെല്ലാമാണ്, ഇത്രയും പോർഷൻസാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലും 4th ചാപ്റ്ററിലും 9th ചാപ്റ്ററിലും കൂടിയാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. അപ്പോൾ പോർഷൻസ് കറക്റ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 കുറച്ച് പോർഷൻസ്, 4th ചാപ്റ്ററിലെ പോർഷൻസ്, അതുപോലെ 9 പോർഷൻസ്. ഇനി നെക്സ്റ്റ് നമ്മുടെ മോഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ട്രീ ആണ് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നത്. ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് 2-3 ടേംസ് വരുന്നുണ്ട്. പെൻഡൻറ്റ് വേർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ്, സെൻറ്റർ എന്ന് പറഞ്ഞ ടേംസ് ഒക്കെ എന്താണ് ഒരു ട്രീയിൽ എന്നുള്ളത്. ഈ ട്രീസിനെ തന്നെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ പോലെ വരുന്നുണ്ട്. റൂട്ടഡ് ട്രീ എന്താണ്, ബൈനറി ട്രീ എന്താണ്, കൗണ്ടിങ് ട്രീ എന്താണ്, സ്പാനിങ് ട്രീ എന്താണ്. പിന്നെ മെയിനായിട്ട് അതിൻ്റെ അകത്ത് 3-4 അൽഗോരിതംസ് ആണ് വരുന്നത്. നമ്മളുടെ ഈ സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിംസ് അൽഗോരിതം, ക്രിസ്കൽസ് അൽഗോരിതം, പിന്നെ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി 2 അൽഗോരിതംസ്, ഡിക്സ്ട്രാസും ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതം. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് തേർഡ് മോഡ്യൂളിൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 3 അതിൻ്റെ മിക്കവാറുള്ള പോർഷൻസ് എല്ലാം തന്നെ ഇൻകോപ്പറേറ്റഡ് ആണ്. 11 മാത്രം ഒരു പോർഷൻ പറഞ്ഞിട്ടുണ്ട് 11th ചാപ്റ്ററിൽ. ബാക്കിയെല്ലാം 3 തന്നെ 3.1 to 3.10 നമുക്ക് കിട്ടും. ഇനി ലാസ്റ്റ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് ഗ്രാഫ്സിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. മെട്രിക്സ് ഫോമിൽ നമ്മളെ ഗ്രാഫിലെ വെർട്ടെക്സുകളും എഡ്ജുകളും നമുക്ക് അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തെല്ലാം മെട്രിക്സ് റെപ്രസെൻറ്റേഷൻസ് ആണ് ഉള്ളത്, അപ്പോൾ അഡ്ജസൻസി മെട്രിക്സ്, ഇൻസിഡൻസ് മെട്രിക്സ്, സർക്യൂട്ട് മെട്രിക്സ്, പാത്ത് മെട്രിക്സ്. ഈ പറഞ്ഞ 4 മെട്രിക്സ് ആണ് ഇപ്പോൾ സിലബസിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്രാഫ് കളറിങ്ങിന് 2-3-4 ടേംസ് കൂടി ആ ഒരു മോഡ്യൂളിലേക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ക്രോമാറ്റിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രോമാറ്റിക് പോളിനോമിയൽ എന്താണ്, നമ്മുടെ ഗ്രാഫ് കളറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതംസ്, അത് ഗ്രീഡി കളറിങ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയും പോർഷൻസാണ് 4th മോഡ്യൂളിലുള്ളത്. നമ്മളുടെ സെയിം ടെക്സ്റ്റ് ബുക്ക് തന്നെ നമ്മുടെ ചാപ്റ്റർ 7 ചാപ്റ്റർ 8 നമുക്ക് വേണ്ട പോർഷൻസ് എല്ലാം തന്നെ ഇൻകോപ്പറേറ്റഡ് ആണ്. നമ്മളെ പഴയ ഗ്രാഫ് തിയറി തന്നെയാണ് ബേസിക്കലി ഇതിൽ വരുന്നത്. കുറച്ച് പോർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തു എന്നും 4 മൊഡ്യൂൾസിലാക്കി റീഓർഗനൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.